റഷ്യ യുക്രൈൻ യുദ്ധം പുതിയ തലത്തിലേക്ക് നീങ്ങുന്നു. റഷ്യയുടെ പ്രദേശത്ത് കടന്നു കയറി യുക്രൈൻ സൈന്യം അധികാരം പിടിച്ചെടുത്തെന്നാണ് യുക്രൈൻ സൈനിക വക്താവ് അവകാശപ്പെടുന്നത്. 1000 ചതുരശ്ര കിലോമീറ്റർ റഷ്യൻ പ്രദേശം സൈന്യം പിടിച്ചെടുത്തതായാണ് സൈന്യം അവകാശപ്പെടുന്നത്. ഓപ്പറേഷൻ 7 ദിവസം കൊണ്ട് പൂർത്തിയാക്കിയെന്നും സൈന്യം പറയുന്നു. യുക്രൈൻ്റെ പ്രതികാര നടപടിയിൽ റഷ്യൻ സൈനികർക്ക് പിടിച്ചു നിൽക്കാനായില്ലെന്ന് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും പ്രതികരിച്ചിട്ടുണ്ട്. എന്നാൽ സംഭവത്തിൽ രൂക്ഷമായ ഭാഷയിലാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രതികരിച്ചിരിക്കുന്നത്. യുക്രൈൻ്റെ ഭാഗത്തു നിന്ന് കടുത്ത പ്രകോപനമാണ് ഉണ്ടായിരിക്കുന്നതെന്നും സൈനികരെ തുരത്താൻ ഉത്തരവിട്ടുവെന്നും പുടിൻ പറഞ്ഞു. പശ്ചിമ റഷ്യയിലെ 28 ഗ്രാമങ്ങൾ യുക്രൈൻ്റെ നിയന്ത്രണത്തിലാണെന്നും പ്രദേശവാസികളോട് ഉടൻ ഗ്രാമങ്ങൾ ഒഴിയാനും റഷ്യ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഗ്രാമവാസികളായ 12 പേർ യുക്രൈൻ കടന്നുകയറ്റത്തിൽ കൊല്ലപ്പെട്ടതായും ഉടനടി തിരിച്ചടിക്കുമെന്നും റഷ്യ പറയുന്നുണ്ട്. ഏത് തരത്തിലുള്ള തിരിച്ചടിയായിരിക്കും റഷ്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയെന്ന് പുടിൻ വ്യക്തമാക്കിയിട്ടില്ല. അടുത്ത കാലത്തായി റഷ്യൻ സൈനികർ തങ്ങളുടെ ആണവായുധങ്ങൾ പുറത്തെടുത്ത് പരിശീലനം നടത്തിയിരുന്നു. വേണ്ടിവന്നാൽ ആണവായുധം പ്രയോഗിക്കാൻ മടിക്കില്ലെന്ന് പുടിൻ പറഞ്ഞതോടെ കൂടുതൽ ആശങ്കയിലായിരിക്കുകയാണ് ലോകം. യുദ്ധം ആരംഭിച്ച ശേഷം രണ്ടാമത്തെ വലിയ കടന്നുകയറ്റമാണ് യുക്രൈൻ നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം യുക്രൈൻ മണ്ണിലേക്ക് കടന്നു കയറി വ്യോമാക്രമണം നടത്തിയിരുന്നു. ഇതിൽ ബെൽഗോറോദ് നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന വലിയ ഇന്ധന സംഭരണ നിലയം തകർക്കുകയും ചെയ്തു. റഷ്യയുടെ പടിഞ്ഞാറൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് ബെൽഗോറോദ്. യുക്രൈൻ അതിർത്തിയിൽ നിന്ന് 40 കിലോമീറ്റർ മാറിയാണ് ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. റഷ്യയിലെ എണ്ണക്കമ്പനിയായ റോസ്നെഫ്റ്റിൻ്റെ ഇന്ധന സംഭരണ കേന്ദ്രമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. 2 യുക്രൈൻ ഹെലികോപ്റ്ററുകൾ താഴ്ന്നു പറന്ന് ഇങ്ങോട്ടേക്ക് കയറിയെന്നും സംഭരണ കേന്ദ്രത്തിലെ പെട്രോൾ സംഭരണ ടാങ്കിൽ വ്യോമാക്രമണം നടത്തിയെന്നും ബെൽഗോറോദ് ഗവർണർ സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ ആക്രമണം സംബന്ധിച്ച ആരോപണങ്ങളിൽ പ്രതികരിക്കാൻ ആദ്യം യുക്രൈൻ വിസമ്മതിച്ചു. പിന്നീട് യുക്രൈൻ പ്രതിരോധ വക്താവ് ഇങ്ങനൊരു ആക്രമണം യുക്രൈൻ്റെ ഭാഗത്തുനിന്ന് നടന്നിട്ടില്ലെന്ന് അറിയിച്ചതാണ്. യുക്രൈൻ്റെ മണ്ണിൽ റഷ്യയ്ക്കായി പ്രതിരോധ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് യുക്രൈൻ സൈനികർ. റഷ്യയിൽ എന്തെങ്കിലും സംഭവിക്കുന്നതിന് അവർ ഉത്തരവാദികളല്ലെന്നും പറഞ്ഞതോടെ കാര്യങ്ങൾ ചെറിയ തോതിൽ ശാന്തമായിരുന്നു. തുടർന്നാണ് രണ്ടാമതും യുക്രൈൻ്റെ ഭാഗത്തു നിന്നും പ്രകോപനം ഉണ്ടായിരിക്കുന്നത്.